നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പുലർകാല സൂര്യനെ സാക്ഷി നിർത്തി ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വാഹനത്തിൻ്റെ പേര് ഓഡി Q8 e-tron എന്നാണ്. e-tron എന്നുള്ള ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചേക്കാം. തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. 2021 തൊട്ട് ഇന്ത്യൻ വിപണിയിലുള്ള ഓഡിയുടെ ഇലക്ട്രിക് മോഡലാണ് e-tron എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ e-tronൻ്റെ പേര് Q8 e-tron എന്ന് മാറ്റുകയും കാര്യമായ രീതിയിൽ ഫേസ് ലിഫ്റ്റ് സംഭവിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഫേസ് ലിഫ്റ്റ് എന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോയി. പക്ഷേ വലിയ ഫേസ് ലിഫ്റ്റ് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അത് ഫേസിലല്ല കാണാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ്. അതായത് ഇതിൻ്റെ റേഞ്ച് അങ്ങ് വർദ്ധിച്ച് 528 കിലോമീറ്ററായി. അതിന് കാരണം ഇതിൽ നേരത്തെ ഉണ്ടായിരുന്നത് വെറും 71 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 114 കിലോ വാട്ടായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ എന്ത് മാറ്റം വന്നു കാണുമെന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ റേഞ്ചിൻ്റെ കാര്യത്തിലും കാര്യമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കാണുന്ന ഒരു SUV രൂപമുള്ള Q8 e-tron ആണെങ്കിൽ ഇതിനൊരു സ്പോർട്ട് ബാക്ക് വേർഷൻ കൂടിയുണ്ട്. സ്പോർട്ട് ബാക്ക് വേർഷനിൽ ഇതിന് 600 കിലോമീറ്റർ റേഞ്ചുണ്ട്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഈ വമ്പൻ, അതായത് പ്രീമിയം ലക്ഷറി SUVകൾ EVകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയധികം റേഞ്ച് തന്നെ ഓഡിയുടെ ഈ വാഹനത്തിനുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഓഡി ഇലക്ട്രിക് വാഹന രംഗത്ത് ഒരു അല്പം സ്ലോ ആയിട്ടാണ് കയറി അങ്ങനെ വന്നത്. മറ്റ് വാഹന നിർമ്മാതാക്കൾ, അതായത് ബെൻസ് ആയാലും BMW ഒക്കെ ആയാലും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് EVയിലേക്ക് എത്തിയപ്പോൾ ഓഡി കുറച്ചൊന്ന് വൈകിയാണ് എത്തിയത്. പക്ഷേ ഇനി വരാൻ പോകുന്നത് EVയുടെ ഗംഭീര SUVകളാണ്, അല്ലെങ്കിൽ ഗംഭീര EVകളാണ്. പ്രധാനമായിട്ടും വരാൻ പോകുന്നത് ഓഡിയുടെ Q4 വരാൻ പോകുന്നു, അതുപോലെ തന്നെ Q6 വരാൻ പോകുന്നു. അങ്ങനെ EVകളുടെ ഒരു പ്രളയം തന്നെ ഓഡിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ എക്കണോമിക്കലാണ്. വില കൂടുതലാണെങ്കിൽ പോലും ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ 528 കിലോമീറ്റർ എന്ന് പറയുന്നത് മോശമായ കാര്യമല്ല. അപ്പോൾ അത്തരം മാറ്റങ്ങൾ കൂടാതെ എക്സ്റ്റീരിയർ മാറ്റങ്ങൾ, ഇൻറ്റീരിയർ മാറ്റങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ വിശദമായ ഓഡി Q8 e-tronൻ്റെ ഡ്രൈവിലേക്ക് കിടക്കാം. ബൈജു നായർ e-tron എന്ന് കേട്ടാൽ നിങ്ങൾ ചിന്തിക്കുന്നത് ബൈജു നായരുടെ EV രൂപം എന്നായിരിക്കുമല്ലോ. എന്ന് പറഞ്ഞ പോലെ Q8 e-tron എന്ന് കേട്ടാൽ നിങ്ങൾ ചിന്തിക്കുന്നത് Q8ൻ്റെ ഒരു EV രൂപം എന്നായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. Q8 എന്ന് പറയുന്നത് ഓഡിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്, ഏറ്റവും വില കൂടിയ മോഡലെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു EV രൂപമല്ല Q8 എന്നുള്ളത്, Q8 e-tron എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇതിന് പേരിട്ടതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് Q5ൻ്റെയും Q7ൻ്റെയും മറ്റും പ്ലാറ്റ്ഫോമിലാണ്. Q8ൻ്റെ അത്രയും വലിപ്പം ഇല്ല എന്നാണ് പറയേണ്ടത്. എന്തായാലും സാധാരണഗതിയിൽ എല്ലാവരും EVകൾ നിർമ്മിക്കുന്ന എല്ലാവരും ഇപ്പോൾ EV ആണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പച്ച ആക്സെൻറ്റുകൾ അല്ലെങ്കിൽ നീല ആക്സെൻറ്റുകൾ, അതുപോലെ മുൻഭാഗം അടച്ചു വെച്ച ഗ്രില്ല്, ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് പൂർണ്ണമായും ഒരു സാധാരണ പെട്രോൾ വാഹനത്തിൻ്റെ അതേ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതൊരു രസകരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നു EVകളെ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഉള്ള കാലത്ത് EVകളാണല്ലോ അധികവും വരാൻ പോകുന്നത്. അപ്പോൾ അവയ്ക്ക് വളരെ വ്യത്യസ്തമായ രൂപം കൊടുക്കേണ്ട കാര്യമില്ല. അവ നമ്മുടെ സാധാരണ വാഹനങ്ങളും നമ്മുടെ മനസ്സിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന വാഹനങ്ങളായിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഏതായാലും ഈ വാഹനത്തിൻ്റെ അതിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. മുൻഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഏതൊരു ഓഡിയുടെയും പോലെ തന്നെയുള്ള ബുൾഗാൻ താടി പോലെയുള്ള ഗ്രില്ല് എന്നാണ് പറയേണ്ടത്. അത് അതേപടി തന്നെ കൊടുത്തിരിക്കുന്നു, അടച്ചു വെച്ചിട്ടൊന്നുമില്ല എന്നുള്ളത് രസകരമായ കാര്യമാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഓഡിയുടെ ഏറ്റവും പുതിയ ലോഗോയാണ്. ലോഗോ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ലോഗോ തന്നെയാണെങ്കിലും അതിനൊരു വൈറ്റ് നിറമൊക്കെ കൊടുത്ത് ഏറ്റവും പുതിയ ഒരു 3D ലോഗോ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. ആ ലോഗോയ്ക്ക് അനുസൃതമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കട്ടുകളൊക്കെ രസകരമായിട്ടുണ്ട്. അതുപോലെ മുൻഭാഗത്ത് നെടുനീളത്തിൽ 2 ലൈറ്റുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് LED ലൈറ്റിൻ്റെ സ്ട്രിപ്പല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ഗ്രില്ലിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഓഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെട്രിക്സ് ഹെഡ്ലൈറ്റുകളാണ്. ഏറ്റവും ഗംഭീരമായ ഹെഡ്ലൈറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഇത്രയും ഷാർപ്പായ ഹെഡ്ലൈറ്റ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഓഡിയിലാണെന്നാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. വളരെ ചെറിയ, വളരെ സ്ലീക്കായ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഗംഭീരമായ ഹെഡ്ലൈറ്റാണ്. അതുപോലെ ഡേ ടൈം റണ്ണിംഗ് ലാമ്പാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് ഇൻഡിക്കേറ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇങ്ങനെ വരികയാണ് ഇതിൻ്റെ ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു എയർ വെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഉൾഭാഗത്തേക്ക്, ടയറിൻ്റെ ഭാഗത്തേക്ക് ഭംഗിയായിട്ട് എയറോഡൈനാമികതയോടുകൂടി തന്നെ കാറ്റ് അടിച്ചു പോകാനുള്ള സംവിധാനമാണിത്. എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഇത്തരം എയർ സ്കൂപ്പുകളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കാണാൻ കാര്യം വെച്ചാൽ കൂടുതൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയാണ്. ഒരു തരത്തിലും വായുവിൻ്റെ പ്രതിരോധം ഉണ്ടാകാതെ അങ്ങനെ കാറ്റ് കയറി ഇറങ്ങി പോകുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത്.
ഏറ്റവും താഴെയായിട്ട് പൂർണ്ണമായിട്ടും തുറന്നു കിടക്കുന്നതെന്ന് പറയുന്ന എയർ ഡാമാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതും ഈ ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൂളാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അത്രയും വലിയ എയർ ഫ്ലോ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഹൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ വളരെ ഉയർന്നു നിൽക്കുന്ന സ്റ്റാൻസുള്ള SUV ആണെന്ന് പറയാനാവില്ല. അല്പം താഴ്ന്ന ബോണറ്റൊക്കെയാണ്. പക്ഷേ ഇതിലൊക്കെ പവർ ലൈനുകളൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്, മനോഹരമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ താഴെ ആ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ലോവർ ലിപ്പ് പോലുള്ള ഭാഗവും ഇതിനെ കുറച്ചൊരു സ്പോർട്ടി ആക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ LED ലൈറ്റല്ല ഇവിടെ കാണുന്നതെങ്കിലും അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്, വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്. സാധാരണ വാഹനങ്ങളിൽ കാണുന്നത് പോലെ ഇതൊരു സ്ട്രിപ്പായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടാണ് ആ ഒരു LED ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് സാധാരണ എല്ലാ വാഹനങ്ങളും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതൊരു വ്യത്യസ്തമായ രൂപത്തോടുകൂടി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് മുൻഭാഗത്തെ പറ്റി നമുക്ക് പറയാവുന്നത്. ഇനി നമുക്ക് വശക്കാഴ്ചയിലേക്ക് പ്രവേശിക്കാം. വശക്കാഴ്ചയിൽ നമ്മുടെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള SUV ആണെന്നുള്ള കാര്യമാണ്. 176 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. പക്ഷേ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 252 വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് ഒരു സ്വിച്ച് അമർത്തിയാൽ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ 76 മില്ലിമീറ്റർ ഉയരും എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏതൊരു റോഡും കീഴടക്കാൻ പ്രാപ്തനാണ് ഈ ഒരു വാഹനം എന്നാണ് പറയേണ്ടത്. അതൊരു ഗംഭീരമായ കാര്യമാണ്. എന്തായാലും വിദേശത്ത് ലഭിക്കുന്ന Q8-ന് ഇത്രയധികം ഒന്നും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. ഇന്ത്യക്ക് വേണ്ടിയാണ് ഈ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് അലോയ് വീലിലേക്ക് പോകുകയാണെങ്കിൽ 20 ഇഞ്ച് അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാര്യത്തിലും കമ്പനി പറയുന്നത്, ഓടി പറയുന്നത് അങ്ങേയറ്റം എയറോഡൈനാമിക്കാണ്. അതായത് എയർ സർക്കുലേഷൻ ഏറ്റവും അധികം കിട്ടുന്ന രീതിയിലാണ് ഈ അലോയ് വീലുകളുടെ ഡിസൈൻ എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു വാഹനത്തിന് ഇത്രയധികം റേഞ്ച് കിട്ടണമെങ്കിൽ അത്രയധികം എയറോഡൈനാമികത ആവശ്യമാണ്. ഇത് കൊടുക്കുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ e-tron എന്നുള്ള ബാഡ്ജിങ് കാണാം. ഇത് കാണുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ ഇത് ഒരു EV ആണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ എല്ലാ തരത്തിലും പെട്രോൾ വാഹനത്തിൻ്റെ അതേ രീതികളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. താഴെയൊക്കെ ആയിട്ട് ഞാൻ ഡിസൈനൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ ബോഡി കളേർഡാണ്. അതുപോലെ വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ കാണുമ്പോൾ എത്രത്തോളം ഇൻറ്റീരിയർ സ്പേസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡോർ ഹാൻഡിലൊക്കെ ബോഡി കളേർഡ് തന്നെ കൊടുത്തിരിക്കുന്നു. ഇത് ഒരു തേർഡ് റോ സീറ്റുള്ള വാഹനമല്ല എങ്കിലും ഒരു കോർണർ ഗ്ലാസ് നമ്മുടെ കാണാം. അതുപോലെ തന്നെ വിൻഡോ ലൈനുകളെല്ലാം തന്നെ അലൂമിനിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. മേൽഭാഗത്ത് ഒരു റൂഫ് റെയിലും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണ്, വളരെയധികം ബൂട്ട് സ്പേസ് ഉള്ള വാഹനമാണെന്നുള്ള കാര്യമാണ്. കാരണം അത്രയും വിശാലമായൊരു പിൻഭാഗം നമുക്ക് ഇവിടെ കാണാം. ആദ്യം നമുക്ക് ബൂട്ട് സ്പേസ് തന്നെ കണ്ടുകൊണ്ട് ആരംഭിക്കാം. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ എന്താ പറയേണ്ടത്, എവിടെയാണ് ഞെക്കുന്നത് നോക്കട്ടെ. 569 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. തന്നെ എത്രത്തോളം ഫ്ലാറ്റാണ് എന്ന് നോക്കുക. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ഒട്ടും ആയാസമില്ലാതെ കയറ്റി വയ്ക്കാൻ പറ്റും. അതുപോലെ എന്താണ് ഇതിൻ്റെ താഴെ ഉള്ളതെന്ന് നോക്കാം. സ്പെയർ ടയർ റൺ ഫ്ലാറ്റ് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വളരെ ദൂരം ഓടാനുള്ളതല്ല, കുറച്ച് ദൂരം. അതുപോലെ ഇവിടെയൊക്കെ ചെറുതല്ല, സാമാന്യം വലിയ ഒരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതായാലും ഗംഭീരമാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ നമുക്ക് കാണാവുന്നത് സീറ്റുകൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. അങ്ങനെ ആ സീറ്റുകൾ സ്പ്ലിറ്റ് ചെയ്താൽ 1169 ലിറ്റർ ബൂട്ട് സ്പേസ് ആയിട്ട് മാറുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും പിൻഭാഗത്ത് ആൾക്കാർ ഇരിക്കുന്നില്ലെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ സീറ്റ് ഫോൾഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ട കാര്യവുമില്ല. ഇവിടെ ഈ കാണുന്ന ലിവർ അങ്ങനെ വലിച്ചാൽ ഒരു ചേട്ടൻ മറിഞ്ഞ് അങ്ങോട്ട് വീണ് കഴിഞ്ഞു. ഇവിടെ മറ്റ് ചേട്ടന്മാർ രണ്ടും കൂടി അങ്ങ് മറിഞ്ഞ് വീണു. അതായത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, സ്പേസ് ഇഷ്ടം പോലെയായി. അതാണ് ഞാൻ പറഞ്ഞത്, 1000-ലധികം ലിറ്റർ നമുക്ക് സ്പേസ് കിട്ടും എന്നുള്ള കാര്യം. ഇവിടെയൊക്കെ ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റൊക്കെ കൊടുത്ത് വളരെ യൂസ്ഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട്. ഇലക്ട്രിക്കലി തന്നെ നമുക്ക് ഇദ്ദേഹത്തെ അങ്ങ് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പിൻഭാഗത്ത് നമ്മൾ ഏതൊരു EV-യിലും കാണുന്ന പോലെ തന്നെ ആ വലിയ LED ലൈറ്റിൻ്റെ സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മനോഹരമായ കാര്യമാണ്. പിൻഭാഗം ശരിക്കും ഒരു ഓഡിയിഷ് എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഓഡിയുടെ ഏതൊരു വാഹനവും പോലെ തന്നെയാണ് ആ പിൻഭാഗത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു ഷാർഫിൻ ആൻറ്റിന, ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, സ്റ്റോപ്പ് ലൈറ്റ്, ഓഡിയുടെ ഏറ്റവും പുതിയ 2D 3D എന്നാണ് വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, ആ ലോഗോ, പിൻഭാഗത്ത് വൈപ്പർ, അതുപോലെ തന്നെ ഡീഫോഗർ, പിന്നെ മനോഹരമായിട്ട് ഈ LED ലൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന വലിയ ടെയിൽ ലാമ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ Q8 എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. e-tron എന്നുള്ള ബാഡ്ജിങ് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് പോലൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് എക്സോസ്റ്റ് ഉണ്ടെന്നൊന്നും പറയാനില്ല. കാരണം എക്സോസ്റ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഒരു ഇലക്ട്രിക് വാഹനമാണ്. അപ്പോൾ എന്തായാലും പൂർണ്ണമായും ഓഡിയുടെ ഒരു വാഹനം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ. ഓരോ ഇഞ്ചിലും ഓടി
തുടിച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനി നിങ്ങളെ കാണിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ എല്ലാ EVകളിലും മുൻഭാഗത്ത് ബോണറ്റ് തുറക്കുമ്പോൾ അവിടെ ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. അതിനെ ഫ്രങ്ക് എന്നാണല്ലോ വിളിക്കുന്നത്, അതായത് ഫ്രണ്ടിലെ ട്രങ്ക്. അതുകൂടി തുറന്ന് കാണിക്കാം. അതിൽ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതാ ഇവിടെയാണ് നമുക്ക് ആ ഒരു സ്പേസ് കാണാനാവുന്നത്. 62 ലിറ്ററാണ് ഇതിനകത്ത് സ്പേസ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭാര്യമാരെ പറ്റിക്കാൻ വേണ്ടി ഭാര്യമാർ കാണാതെയൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെന്താണ്, ഗോവയിൽ നിന്നും കുപ്പി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഒളിപ്പിച്ച് വയ്ക്കാനുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോയൊക്കെ അവിടുത്തെ ആൾക്കാരും, അതായത് അവിടുത്തെ ഓഫീസേഴ്സും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിക്കും കേട്ടോ. അപ്പം ബൈജു എന്നാർ പറഞ്ഞിട്ടാണ് വെച്ചതെന്ന് പറയരുത്. എന്തായാലും അത്ര ഒളിപ്പിച്ച് വെക്കേണ്ട സാധനങ്ങളൊക്കെ വയ്ക്കാവുന്ന ഒരു സ്ഥലമാണ് ആക്കേണ്ടത്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ 528ഉം 62 കൂട്ടി നോക്കണം, എനിക്ക് പെട്ടെന്ന് കൂട്ടാൻ അറിഞ്ഞുകൂടാ. ഇത്രയും ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്ന കാര്യം. എന്തായാലും വളരെ പ്രാക്ടിക്കലാണ് അത്തരം കാര്യങ്ങളിൽ ഈ വാഹനം എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഇനി ഉൾഭാഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. Q8 e-tron's ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ നമ്മളൊരു ഡിജിറ്റൈസ്ഡ് സോണിലേക്ക് കയറുന്നൊരു ഫീലാണ് കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ ഒതുക്കിയിരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ എല്ലാ വാഹനങ്ങളിലും കാണുന്നത് 2 സ്ക്രീനാണ്. ഒന്ന് മീറ്റർ കൺസോളിലെ സ്ക്രീന്, അതുകൂടാതെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. പക്ഷേ ഇതിന് താഴെ അതേ വലിപ്പത്തിൽ മറ്റൊരു സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ടും ക്ലൈമറ്റ് കൺട്രോളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യമാണ്. 4 സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ വാഹനത്തിലുള്ളത്. അതിൻ്റെ 4 സോണിനെയും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന സംഭവത്തിലാണ്. ഇതിൻ്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഓടിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം, കണ്ണെടുത്തിട്ട് വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള കാര്യമാണ്. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് കാണണമെന്നാണ് എനിക്ക് അറിഞ്ഞൂടാ, കാരണം അതൊരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കോളും. എന്തായാലും ഈ ഒരു 8.6 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീനാണ് ഇതിൻ്റെ അകത്ത് ഒരു താരം എന്ന് വിളിക്കാവുന്ന കാര്യം. ഇത് 10.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. അതുപോലെ ഇവിടെ മീറ്റർ കൺസോളിലും കൊടുത്തിരിക്കുന്നത് 10.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഒതുക്കിയിരിക്കുകയാണെന്ന് പറയാം. പിന്നെ നമുക്ക് ഓപ്ഷണലായിട്ടാണ് 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങൾ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. നല്ല റെസൊല്യൂഷനുള്ള ക്യാമറയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്, അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓട്ടോമാറ്റിക് ആക്ടിവേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കാണുന്നത്. ഹൗ സേഫ് ടു മൂവ് എന്നൊക്കെ കാണുന്നുണ്ട്. 3Dയിലേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും അതിൻ്റെ വിഷ്വലുകൾ വരിക. ഓവർഹെഡ് വ്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനം 2023 വിപണിയിലെത്തിയെങ്കിൽ പോലും ഇതിലില്ലാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയുമാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അത് എല്ലാ റിവ്യൂകളിലും അതൊരു വലിയ പോരായ്മയായിട്ട് പറയുന്നുണ്ട്. അത് പക്ഷേ വയർഡായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മറ്റെന്തൊക്കെയാണ് സ്ക്രീനിലുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ FM, ഓട്ടോമാറ്റിക് കണക്ഷൻ, സെർച്ച്, റേഡിയോ, മീഡിയ, നാവിഗേഷൻ, വളരെ ഭംഗിയുള്ള സ്ക്രീൻ അതിൽ വരുന്നു. പിന്നെ സെറ്റിങ്സ്, ലാംഗ്വേജ്, സൗണ്ട്, സിസ്റ്റം, കണക്റ്റഡ് ഡിവൈസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ്റർടൈൻമെൻറ്റ്, നാവിഗേഷൻ, കോൺടാക്ട്സ്, മെസ്സേജ്, അനൗൺസ്മെൻറ്റ്, സൗണ്ടുകൾ, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഇതിനകത്തൊരു ബാങ്ക് ആൻഡ് ഒലൂപ്സിൻ്റെ ഗംഭീര മ്യൂസിക് സിസ്റ്റം ഉണ്ട്. 705 വാട്ടിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. 16 സ്പീക്കറുകളും ഒരു 15 ചാനൽ ആംപ്ലിഫയറും ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായ കാര്യം. ഓഡിയുടെ വാഹനങ്ങൾ പൊതുവെ കാണുന്ന ബാങ്ക് ആൻഡ് ഒലൂപ്സിനാണ്. അത് തീർച്ചയായിട്ടും ഒരു തകർപ്പൻ സംഭവം തന്നെയാണ്.
അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് പ്രീമിയം വാഹനങ്ങളുമായിട്ടുള്ള കമ്പാരിസണിൽ കുറച്ച് കാര്യങ്ങൾ കുറവല്ലേ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും കുറവാണ്. ഇപ്പോഴും കുറച്ചുകൂടി ഒന്ന് ഓടി എത്തേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിൽ. എങ്കിലും ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുപോലെ പാർക്ക് അസിസ്റ്റ് ഉണ്ട്. നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി പാരലൽ പാർക്കിനൊക്കെ നമ്മളെ സഹായിക്കുന്ന പാർക്ക് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ പല കാര്യങ്ങൾ എന്തൊക്കെയാണ്: ചാർജിങ്, ഡ്രൈവ് സെലക്ട്, കാർ ഡീറ്റെയിൽസ്, എഫിഷ്യൻസി അസിസ്റ്റ്, സീറ്റ്സ്, AC, ലൈറ്റ്സ് ആൻഡ് വിഷൻ, പാർക്കിംഗ് എയ്ഡ്, ഡ്രൈവർ അസിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരല്പം റേസ് ചെയ്യാം ഇതിൻ്റെ സസ്പെൻഷൻ. അതിൻ്റെയാണ് ഈ ഡ്രൈവ് സെലക്ട് എന്ന് പറയുന്ന സംഭവം കൊടുത്തിരിക്കുന്നത്. ഓഫ് റോഡ്, ഓൾ റോഡ്, എഫിഷ്യൻസി, കംഫർട്ട്, ഓട്ടോ, ഇത്തരം സെറ്റിങ്സുകളിലൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിക്കുന്നത്. റൈസ് എന്നുള്ളത് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇത് റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റൈസ് ആകുന്നത് ചൂടാകുക എന്നല്ല കേട്ടോ, ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെയാണ് ആ ഒരു മുകളിൽ കടകടാന്നൊരു കട്ട കയറി പോകുന്നുണ്ടല്ലോ, അത് ആ സംഭവമാണ്. എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും മോശമല്ല എന്നാണ് പറയേണ്ടത്. എനിക്ക് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തോന്നിയ ഈ ഒരു ഗിയർ സെലക്ടറാണ്. ഈ കാണുന്നത് ഇവിടെ ശരിക്കും കൈവച്ചിങ്ങനെ ഇരിക്കാവുന്ന ഒരു സംഭവമാണ്. പിടിച്ചിങ്ങനെ ഇരിക്കാം. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഡ്രൈവ് സെലക്ടർ അല്ലെങ്കിൽ ഗിയർ സെലക്ടർ എന്ന് വിളിക്കാവുന്നത്. അതിൽ പാർക്ക് ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഈ സൈഡിൽ റിവേഴ്സ്, ന്യൂട്രൽ, പാർക്ക് തുടങ്ങിയ ഗിയർ സെലക്ടറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ വോളിയം കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ ഒതുക്കിയിരിക്കുകയാണെന്ന് പറയാം. എന്തായാലും ഇഷ്ടംപോലെ സ്ഥലമാണ് സാധനങ്ങൾ സൂക്ഷിക്കാനെന്നാണ് പറയേണ്ടത്. സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. വേണ്ടെങ്കിൽ ഇത് അടച്ചു വയ്ക്കാം. അതുപോലെ ഇവിടെ വീണ്ടും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും വ്യത്യസ്തമായൊരു കാര്യം ഇതിൽ കണ്ടത്, നമ്മളിപ്പോൾ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഈ വയർലെസ് ചാർജിങ് ഇല്ലല്ലോ എന്നുള്ള ആശങ്കയാണെങ്കിൽ അത് ഉണ്ട് എന്നുള്ളതാണ് സത്യം. സാധാരണഗതിയിൽ ഫോണുകൾ കിടത്തിയിടുകയാണെങ്കിൽ ഇത് കുത്തി നിർത്തുകയാണ് എന്നാണ് പറയേണ്ടത്. അതായത് എൻ്റെ ഫോൺ എടുക്കാം, ഇവിടെ ഈ സൈഡിൽ ഒരു ഫ്ലാപ്പ് ഉണ്ട്, അതങ്ങനെ ഉയർത്തിയിട്ട് അവിടെ അങ്ങനെ കയറ്റി വെച്ചാൽ സ്വസ്ഥവും സമാധാനവുമായിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ചാർജ് ആയിക്കൊള്ളും. അത് തീർച്ചയായിട്ടും രസകരമായൊരു കാര്യമാണ്. ഒട്ടും തന്നെ സ്പേസ് അവഹരിക്കുന്നില്ല. ഓരോ ചെറിയ കാര്യങ്ങളിൽ സ്പേസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനൊരു ഉദാഹരണമായിട്ട് നമുക്കത് പറയാം. പിന്നെ ഇതാണ് കീയിൽ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ഓഡിയുടെ 4 വളയങ്ങളും അതുപോലെ തന്നെ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ്. 8 വേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിന് 8 വേ മസാജും കൊടുത്തിട്ടുണ്ട്. 8 തരത്തിലുള്ള മസാജുകളാണ് എന്നാണ് പറയേണ്ടത്. നടുവിനൊക്കെ നല്ല സുഖമായിട്ട് ചേർന്നിരിക്കാൻ സാധിക്കും. പിന്നെ സൺറൂഫ് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഈ പാനൽ പൂർണ്ണമായിട്ടും ബാക്കിലേക്ക് മാറ്റി അത് ഏറ്റവും ബാക്കി വരെ എത്തും. അതിൻ്റെ കാര്യത്തിൽ കൃത്യമായും പനോരമിക് എന്ന് തന്നെയാണ് വിളിക്കാവുന്നത്. പക്ഷേ ഗ്ലാസിൻ്റെ കാര്യത്തിൽ ഗ്ലാസ് പകുതി വരെയാണ് നമുക്ക് തുറക്കാൻ സാധിക്കുക. അതായത് പിൻ സീറ്റിൻ്റെ മുൻഭാഗം വരെയാണ് ഈ ഗ്ലാസ് ഏരിയ തുറക്കാവുന്നത്. എന്ന് വെച്ചാൽ പനോരമിക് തന്നെ വിളിക്കാവുന്ന അവസ്ഥയാണ് എന്നാണ് പറയേണ്ടത്. പിന്നെ സീറ്റ് വളരെ ഗംഭീരമായ സീറ്റിംഗ് ഒരു പൊസിഷനുമുണ്ട്. അതുപോലെ തന്നെ കുഷനിങ്ങും ഉണ്ട്. അത് ഗംഭീരമാണ്. നല്ല ലെതർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡാഷ് ബോർഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ രസകരമായ കട്ടുകളൊക്കെയാണ്. കണ്ടില്ല, അതിൻ്റെ ഒരു എന്താ പറയുക, വളരെ ശില്പഭദ്രമായ ഡിസൈൻ എന്നാണ് പറയേണ്ടത്. ഇത് പുക പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്ര നേരം ഓൺ ചെയ്തിട്ട് അത്ര ഗംഭീരമായ AC ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. e-tron എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അതുപോലെ ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷും അതിൽ ചെറിയ നിറങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്, വളരെ സോഫ്റ്റാണ്. ഇവിടെയൊക്കെ ലെതർ റാപ്ഡാണ് ഈ ഒരു ഭാഗം എന്നൊക്കെയാണ് പറയേണ്ടത്. ഗ്ലൗ ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ തരക്കേടില്ലാത്ത വലിപ്പമുള്ള ഗ്ലൗ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ AC വെൻറ്റുകളൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഈ ഒരു എന്താ പറയുക ഡിസൈൻ്റെ രീതിയൊക്കെ വളരെ രസകരമാണ്. ഡ്രൈവർ സെൻട്രിക് ആണെന്ന് പറയാം. അല്പം ചെരിഞ്ഞാണ് ഡ്രൈവറിൻ്റെ ഭാഗത്തേക്ക് ഇരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വേണമെങ്കിൽ ബാങ്ക് ആൻഡ് ഒലിവ്സിൻ്റെ വലിയ ബാഡ്ജിങ്ങോടുകൂടിയ വമ്പൻ സ്പീക്കർ നമുക്കവിടെ കാണാം. അതുപോലെ ഈ ഒരു സീറ്റിൻ്റെ ടാൻ ബ്രൗൺ നിറം അതിലേക്കും വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഡോറിൻ്റെ ലോക്കിൻ്റെ സ്വിച്ചുകളും അതുപോലെ നല്ലൊരു ആംബ്രസ്റ്റും ഒക്കെയാണ്. അതിൻ്റെയും ഒരു ഡിസൈൻ രീതി കണ്ടല്ലോ, രസകരമാണ്. പലതരത്തിലുള്ള കയറ്റിറക്കങ്ങൾ ആണെന്ന് ശരിക്കും പറഞ്ഞാൽ ഡിസൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭംഗിയായിട്ടുണ്ട്. ഇനി വീണ്ടും ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അലൂമിനിയം ഫിനിഷുള്ള ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കും അലൂമിനിയം ഫിനിഷും ചേർന്ന ഭംഗിയുള്ള ഡിസൈൻ എന്നാണ് പറയേണ്ടത്. അതുപോലെ ഈ സീറ്റിന് കൊടുത്തിരിക്കുന്ന ടാൻ ബ്രൗൺ ഈ ഒരു നിറവും മനോഹരമായിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഓഡിയുടെ തനത് സ്റ്റിയറിംഗ് വീലെന്ന് പറയാം. ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്, റൗണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ചില എലമെൻ്റൊക്കെ കൊടുത്ത് ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫോണിൻ്റെ സെറ്റിങ്സും, ഈ സൈഡിലേക്ക് വരുമ്പോൾ മീറ്റർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് നമ്മൾ
ക്രൂയിസ് കൺട്രോൾ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കാണുന്ന സ്വിച്ചാണ് ക്രൂയിസ് കൺട്രോളിൻ്റേത്. ഇവിടെ ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ വൈപ്പറിൻ്റെ സ്വിച്ചുകൾ കാണാം. അതുപോലെ തന്നെ ഇത്രയും സ്പോർട്ടിയായ വാഹനമായതുകൊണ്ട് തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ രണ്ട് സൈഡിലും കാണുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഗംഭീരമായിട്ടുണ്ട്. ലെതർ റാപ്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ പിൻഭാഗത്തെയും മുൻഭാഗത്തെയൊക്കെ ഫോഗ് ലാമ്പുകളുടെ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മനോഹരമായിട്ട് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ 10.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കാണുന്നത്. അതിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് മീറ്റർ കാണാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു. എന്തായാലും അതും നല്ല റെസൊല്യൂഷനാണ്, നല്ല ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് സ്ക്രീനുകളാണ് ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം. 3 സ്ക്രീനുകളാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് പൂർണ്ണമായിട്ടും കവരുന്നത് എന്നാണ് പറയേണ്ടത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഡോർ ലോക്കിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു. ഓഡി Q8 e-tron ഒരു SUV ആണെങ്കിൽ പോലും ഇതിനൊരു വളരെ സോഫ്റ്റായ SUV ആണ്. അതായത് വേണമെങ്കിൽ ഒരു സെഡാനുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന രീതികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിട്ട് സുഖമായിട്ട് കാലിങ്ങനെ വെച്ച് കയറിയിരിക്കുന്നത്. ഫുഡ് സ്റ്റെപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. കയറിയിരിക്കുമ്പോൾ വളരെ പ്ലഷായിട്ടുള്ള ലെതറിൻ്റെ ലോകമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നതെന്ന് പറയാം. ഇവിടെ ഇപ്പോൾ പിൻഭാഗത്തേക്കും മുൻഭാഗത്ത് കണ്ടതുപോലെ അത്രയും വലുതല്ലെങ്കിലും ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരു വലിയ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ടെമ്പറേച്ചറും ഫാനും അത്തരം കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം അത് ചെയ്യാം. താഴെയായിട്ട് 2 ചാർജിങ് പോർട്ടുകളും ഒരു വലിയ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വളരെ ലാവിഷാണ് എന്ന് പറയാം. 3 പേര് ഇരിക്കുന്നില്ലെങ്കിൽ സുഖമായിട്ട് കൈവച്ച് ഇരിക്കാൻ വേണ്ടിയുള്ള ആംറസ്റ്റ്. അതിൽ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ, പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാവുന്ന സ്ഥലമുണ്ട്. കൂടാതെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സും 2 കൊടുത്തിട്ടുണ്ട്. വലിയ ഉയർന്ന സെൻട്രൽ ടണലൊന്നുമില്ല. പക്ഷേ താഴെ ബാറ്ററി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്ലോർ അല്പം ഉയർന്നാണ് ഇരിക്കുന്നത്. എങ്കിലും നമുക്ക് കാലങ്ങനെ തൈ സപ്പോർട്ടിനൊന്നും അത് ബാധിക്കുന്നില്ല. സുഖമായിട്ട് ഇരുന്ന് പോകാൻ സാധിക്കുന്നുണ്ട്. പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാൻ ഇവിടെ സ്ഥലമുണ്ട്. പിൻഭാഗത്തേക്ക് ഇവിടം വരെയും സൺറൂഫ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും ക്രാംഡായ ഫീലൊന്നുമില്ല. പിന്നെ ഇവിടെ സൺ ബ്ലൈൻഡ് വേണമെങ്കിൽ നമുക്ക് മാനുവലി ഉയർത്തി വയ്ക്കാം. അതും നല്ല കാര്യം തന്നെയാണ്. ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ ലൈറ്റ് ഇവിടെ കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നു. പച്ച ലൈറ്റ് അങ്ങനെ കടന്നു പോകുന്നു. അത് പല നിറങ്ങൾ നമുക്കതിൽ കൊണ്ടുവരാം. അതുപോലെ AC വെൻ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ B പില്ലറിലും കൊടുത്തിട്ടുണ്ട്. എന്നുള്ളതുകൊണ്ട് തന്നെ AC ഗംഭീര AC ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്യാമിൻ്റെ കണ്ണാടിയിൽ മൊത്തം വേപ്പർ വന്നു. അത് ഇതിൻ്റെ അത് AC ഗുണമാണെന്ന് ശ്യാമ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. സുഖമായിട്ട് നിവർന്നിരുന്ന് പോകാം. 3 പേർക്ക് സുഖമായി പോകാൻ സാധിക്കും. നടുവിലിരിക്കുന്നവർക്ക് അല്പം ലെഗ് സ്പേസ് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഫ്ലാറ്റ് ഫ്ലോർ ആയതുകൊണ്ടാണ് സുഖമായിട്ട് നടുവിൽ ഇരിക്കാൻ സാധിക്കും. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ബോട്ടിൽ വലിയ 1-2 ബോട്ടിലൊക്കെ വെക്കാവുന്നതാണ്. അതുപോലെ നല്ലൊരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. എന്തായാലും 3 പേരിരിക്കാൻ തന്നെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇവിടെ 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3 പേർക്ക് സുഖമായി ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 5 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു നല്ല ഫാമിലി SUV തന്നെയാണിത്. EV ആണെന്നുള്ളതുകൊണ്ട് തന്നെ എക്കണോമിക്കലായിട്ട് ഓടിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓടിച്ച് നോക്കുക തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് 2 കളിപ്പിച്ച് ഇറങ്ങാം. ഓഡി Q8-ഉം Q8-ൻ്റെ പെട്രോളും അതുപോലെ തന്നെ Q8-ൻ്റെ e-tron തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഡയമെൻഷൻസ് വ്യത്യാസം ആണ് നമുക്ക് പറയാവുന്നത്. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2995 മില്ലിമീറ്ററാണ് Q8 പെട്രോളിൻ്റെ വീൽ ബേസ് എങ്കിൽ 2928 Q8 e-tronൻ്റേത്. അത്രയും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് വെയ്റ്റിൻ്റെ കാര്യത്തിലാണ്. ഏതാണ്ട് 400 കിലോഗ്രാമിലധികം ഭാരം കൂടുതലുണ്ട് e-tronന്. അതിന് കാരണം ഈ വാഹനത്തിലെ ബാറ്ററി പാക്കാണ്. 2585 കിലോഗ്രാമാണ് ഈ വാഹനത്തിൻ്റെ ഭാരം. അതായത് 2.5 ടൺ ഭാരമുള്ളൊരു വാഹനമാണ് ഞാനിപ്പോൾ പുഷ്പം പോലെ ഓടിച്ചു നടക്കുന്നത്. അത് എൻ്റെ ഗുണം കൊണ്ടല്ല. ഈ വാഹനത്തിൻ്റെ കൺട്രോളുകളായാലും ഇതിൻ്റെ റോഡ് ഗ്രിപ്പായാലും എല്ലാം തന്നെ അങ്ങനെയാണ്.
സാധാരണഗതിയിൽ ഇത്തരം വാഹനങ്ങൾ കാൽ കൊടുക്കുമ്പോൾ പോകുന്ന പോക്ക് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വെറുതെ ഒന്ന് കാൽ കൊടുത്തുള്ളേ, ഒരൊറ്റ പോക്കാണ്. പക്ഷേ നമ്മുടെ റോഡുകളിൽ ഈ ഒരു സ്പീഡ് ലിമിറ്റൊക്കെ പാലിച്ച് ഓടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഓടിക്കുന്നത്. ഇപ്പം ഞാൻ ലൈനൊക്കെ കട്ട് ചെയ്യുമ്പോൾ തിരിച്ച് പിടിക്കുന്നുണ്ട് സ്റ്റിയറിങ്, അതായത് ലൈൻ ട്രാഫിക്. ഞാനിപ്പോൾ ഈ ലൈനൊക്കെ കട്ട് ചെയ്യുമ്പോൾ തിരിച്ച് പിടിക്കുന്നുണ്ട്, അതായത് ലൈൻ ഡിപ്പാച്ചർ അലേർട്ട് എന്ന് പറയുന്ന സംഭവം ഈ വാഹനത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അതീവ രസകരമായ ഒരു ഡ്രൈവിംഗ് രീതികളൊക്കെയാണ് ഈ വാഹനത്തിൻ്റേത്. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല റോഡ് ഗ്രിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഓടിയുടെ കാര്യത്തിലൊന്നും പറയാനില്ല. ഇതെല്ലാം കൂടി ചേരുമ്പോൾ അതുപോലെ തന്നെ ഈ ഗംഭീരമായ ഒരു മോട്ടറും ബാറ്ററി പാക്കും എല്ലാം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പൊതു രീതികളെല്ലാം തന്നെ നമുക്ക് ഈ വാഹനത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ 0 to 100 സ്പീഡ് എടുക്കാൻ വേണ്ടി വെറും 5.6 സെക്കൻഡ്സ് മതി. അപ്പോൾ ആ തരത്തിൽ വളരെ സ്പോർട്ടിയായ ഒരു വാഹനമാണിത്. പിന്നെ പല ഡ്രൈവ് മോഡുകളുണ്ട്. ഡ്രൈവ് മോഡുകൾക്കനുസരിച്ച് വാഹനത്തിൻ്റെ പെർഫോമൻസിൽ കാര്യമായ രീതിയിൽ മാറ്റം വരുന്നുമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ മൂളലോട് കൂടി പോവുകയാണ്. എന്തായാലും മറ്റു പല വാഹനങ്ങളുടെയും പോലെ ഇതിനങ്ങനെ ഓഡിയോ ഒന്നും കൊടുത്തിട്ടില്ല, അതായത് ഒരു വ്യാജ ഓഡിയോ സൗണ്ടൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ശബ്ദമൊന്നുമില്ലാതെ കാറ്റ് പോലെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 528 കിലോമീറ്റർ റേഞ്ച് തരുന്ന 114 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ചു എന്നുള്ളതാണ്. കൂടാതെ 95 കിലോ വാട്ടിൻ്റെ ഒരു വേരിയൻ്റ് കൂടിയുണ്ട്. അപ്പോൾ പിന്നെ ഇന്ത്യക്ക് വേണ്ടി പല മാറ്റങ്ങളും വരുത്തി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏതൊരു റോഡിലും ഓടാവുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നാണ് പറയേണ്ടത്. കാരണം ഇന്ത്യയിലെ റോഡുകൾ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും ബമ്പിൻ്റെയും ഹമ്പിൻ്റെയും വരെ രീതികൾ വരെ വ്യത്യാസമാണെന്നുള്ളതുകൊണ്ട് തന്നെ ഏതൊരു ടെറയിലും പറ്റുന്ന വാഹനമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഓഡി Q8 e-tronനെ കാണാവുന്നത്. അപ്പോൾ ഇതിൽ 2 മോട്ടറുകളാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മുന്നിലും ആക്സിലിൽ കൊടുത്തിരിക്കുന്ന 2 മോട്ടറുകൾ ഒരു 4x4 വാഹനത്തിൻ്റെ ഒരു എഫക്റ്റാണ് കൃത്യമായിട്ട് നൽകുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സസ്പെൻഷൻ ഉയർത്താം എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായും ഗ്രിപ്പ് വേണ്ടപ്പോൾ ഗ്രിപ്പ്, അല്ലെങ്കിൽ ഒരല്പം ഉയർന്ന പൊസിഷനിൽ ഓടിച്ചു പോകണമെങ്കിൽ അങ്ങനെ ഈ 2 തരത്തിലുള്ളൊരു ഡ്രൈവിംഗ് രീതികൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി കൃത്യമായും നമ്മൾ മറ്റ് സ്പെക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ മാക്സിമം പവർ ഈ 2 മോട്ടറും കൂടെ തരുന്നത് 402.3 BSP ആണ്. മാക്സിമം ടോർക്ക് 664 ന്യൂട്ടൺ മീറ്ററാണ്. അപ്പോൾ രണ്ടും മോശമല്ല, അത്രയും പവർഫുള്ളായിട്ടുള്ള വാഹനമാണിത്. ചാർജിങ് ടൈം നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജറിൽ 30 മിനിറ്റ് മതി 80% ചാർജ് ആകാൻ. അല്ലെങ്കിൽ മറ്റ് രണ്ട് തരത്തിലുള്ള ചാർജുകളിൽ 6 to 12 hours ചാർജിങ് ടൈമായിട്ട് വേണ്ടി വരുന്നത്. പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റിയറിങ്ങിൻ്റെ റേഷ്യോകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി രസകരമായ ഡ്രൈവിങ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രിസിഷൻ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ കിട്ടുന്നുണ്ട്. പഴയ സ്റ്റിയറിംഗ് റേഷ്യോ 15.8:1 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 14.6:1 ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ഹാൻഡ്ലിങ്ങിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 7 ഡ്രൈവ് മോഡുകളാണുള്ളത്. ഡൈനാമിക്, എഫിഷ്യൻസി, ഓൾ റോഡ്, ഓഫ് റോഡ്, ഓട്ടോ, കംഫർട്ട്, ഇൻഡിവിജ്വൽ. ഈ തരത്തിലാണ് ഡ്രൈവിംഗ് മോഡുകൾ. അതിൽ നമുക്ക് ഇൻഡിവിജ്വൽ എന്നുള്ള മോഡ് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്നത് ടച്ച് സ്ക്രീൻ വഴിയാണ്. ഡൈനാമിക് മോഡിൽ 175 മില്ലിമീറ്ററായിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുന്നുണ്ട്. അതായത് ഏറ്റവും ലോവേർഡായിട്ടുള്ള റൈഡ് ഹൈറ്റ് നമുക്ക് കിട്ടുന്നത് ഈ ഡൈനാമിക് എന്നുള്ള മോഡിലാണ്. എന്നാൽ എഫിഷ്യൻസി എന്ന മോഡിൽ ഹൈറ്റ് വർദ്ധിക്കുന്നുണ്ട്. ഓൾ റോഡ് എന്ന് പറയുന്ന മോഡിലാണ് 35 മില്ലിമീറ്റർ വീണ്ടും റൈഡ് ഹൈറ്റ് കൂടുന്നത്. അങ്ങനെ 4 ലെവൽ സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ റോഡിനും അനുസരിച്ച് നമുക്ക് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. അതുപോലെ ഡൈനാമിക്, ഓഫ് റോഡ്, ഓട്ടോ ഈ 3 മോഡുകളിൽ ഈ 4 വീലുകളിലേക്കും മോട്ടർ ഈ പവർ ടോർക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്നത് ഈ ഒരു 4 മോഡുകളിലുമായിരിക്കും, ഈ ഒരു 3 മോഡുകളിലുമായിരിക്കും. ഇനി സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ 8 എയർ ബാഗുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാവുന്നത്. പിന്നെ കുറച്ച് അഡാസ് ഫീച്ചേഴ്സ് അങ്ങനെ കാര്യമായിട്ടില്ലെങ്കിൽ പോലും ലൈൻ ഡിപ്പാച്ചർ വാർണിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാരലൽ പാർക്കിംഗ് വളരെ ഈസി ആക്കാവുന്ന പാർക്ക് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ആൻറ്റി തെഫ്റ്റ് വീൽ ബോൾട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓഡി Q8 e-tronൻ്റെ ഡ്രൈവിംഗ് വിശേഷങ്ങൾ. ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്ന മോഡലിൽ പ്രധാനമായിട്ടും മിസ്സായിരിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ വിദേശത്തൊക്കെയുള്ള e-tronൻ്റെ 2 സൈഡിലും സൈഡ് വ്യൂ മിറേഴ്സ് എന്ന് പറയുന്ന സംഭവമില്ല. അവിടെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പല വാഹനങ്ങളിലും അങ്ങനെ ക്യാമറ വന്നിട്ടുണ്ട്. അപ്പം മിറേഴ്സിന് പകരം ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലുള്ള കാഴ്ചകളൊക്കെ സ്ക്രീനിൽ കാണാം. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ അത് കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇന്ത്യയിലെ നിയമം അനുസരിച്ച് വാഹനങ്ങളിൽ സൈഡ് വ്യൂ മിറേഴ്സ് വേണം എന്ന് തന്നെയാണ്. എന്നാലും ഭാവിയിൽ അത്തരം കാര്യങ്ങളിൽ മാറ്റം വന്നേക്കാം. എന്തായാലും അതൊഴിച്ചുള്ള മറ്റ് മിക്കവാറും എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. അതായത് അഡാസിൻ്റെയൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിലും അതുണ്ട്.
പിന്നെ തീർച്ചയായിട്ടും വളരെ മികച്ച റേഞ്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ 2 വേരിയൻസ് ആണ് ഏറ്റവും പുതിയ ഓഡി Q8 e-tron ഉള്ളത്. അതായത് വേരിയൻസ് എന്ന് പറയുമ്പോൾ അത് റേഞ്ച് അനുസരിച്ചുള്ള വേരിയൻസ് ആണ്. ഒന്ന് കുറഞ്ഞ റേഞ്ചുള്ള വേരിയൻറ്റ്, അതിൽ 95 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. 491 കിലോമീറ്ററാണ് ആ ഒരു വാഹനത്തിൻ്റെ ആ ഒരു വേരിയൻറ്റിൻ്റെ റേഞ്ച്. അതിൻ്റെ വില 1,21,00,000 രൂപയാണ്. പിന്നെ നമ്മോടൊപ്പമുള്ള 114 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ഈ മോഡൽ, ഇതിനാണ് റേഞ്ച് 582 കിലോമീറ്റർ കിട്ടുന്നത്. ഇതിന് 1,34,00,000 രൂപയാണ് എക്സ്-ഷോറൂം വില. അങ്ങനെ 2 വേരിയൻസ് ആണുള്ളത്. എന്തായാലും ഓഡി ഈ ഒരു രംഗത്തേക്ക് വളരെ ശക്തമായി കടന്നു വരുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഫോക്സ്വാഗൺ ഗ്രൂപ്പ്, ഓഡി ഉൾപ്പെടുന്ന ഫോക്സ്വാഗൺ ഗ്രൂപ്പാണ് 2030 തോന്നുന്നു, 2030 പൂർണ്ണമായും ഇലക്ട്രിക് ആകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോക്സ്വാഗൺ ഗ്രൂപ്പിൽ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വാഹനമാണ് ഓഡി Q8 e-tron. അപ്പോൾ ഇതിപ്പോൾ ഡീലർഷിപ്പുകളിലൊക്കെ എത്തിക്കഴിഞ്ഞു. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓടിച്ച് നോക്കാം. ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓഡിയുടെ എല്ലാ ഗുണമേന്മകളും നമുക്ക് ഈ വാഹനത്തിൽ കാണാം. കുറച്ച് ഫീച്ചേഴ്സ് മാത്രം ഒരല്പം കുറവുണ്ട്, പക്ഷേ അതനുസരിച്ച് വിലയും ഒരല്പം കുറവുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്തായാലും വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു ഈ വാഹനത്തിൻ്റെ ഡ്രൈവ്. നിങ്ങളും എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ ആദ്യം പുലർകാല സൂര്യനെ സാക്ഷിയാക്കി തുടങ്ങി. ഇപ്പോൾ സൂര്യൻ നട്ടുച്ചയായില്ല കേട്ടോ, എങ്കിലും തലയ്ക്ക് മുകളിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ബൈ, താങ്ക് യു.